പൊന്നാര ചങ്ങന്മാരെ വയനാട്ടിൽ വന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ വണ്ടിയൊക്കെ ആരോ കൈ കിട്ടിക്കണം. പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് വണ്ടി കൈ കിട്ട ആളെ മനസ്സിലായത്. നല്ല കോടയിൽ പൊതിച്ച് കിടക്കുന്ന പ്രകൃതി. അങ്ങനെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കറങ്ങി ഒടുവിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് കർണാടക ബോർഡറിലുള്ള കുട്ടാത്തോൽപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഈ കുട്ടാത്തോൽപ്പട്ടിയിൽ കാര്യമായിട്ടുള്ളത് വൈൽഡ് അനിമൽ സഫാരിയാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ്, 3 മണിക്കാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് 3 മണി ആയപ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ തുറന്നു, ഓപ്പണായി. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഞാനും മോനും വൈഫും ആണുള്ളത്. ഷാർപ്പ് ടൈമിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ നമ്മൾ മാൻകൂട്ടങ്ങളെ കണ്ടു. അപ്പോൾ മാൻകുട്ടികളായിട്ട് കുറച്ച് നേരം മുഖത്തോട് മുഖം നോക്കി നിന്നു. നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന മാൻകൂട്ടങ്ങൾ. എന്താല്ലേ, മോർണിംഗിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് ട്രെക്കിങ്ങിൻ്റെ സമയം വരുന്നത്. അതേപോലെ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയാണ് ട്രെക്കിംഗ് സമയം. ചാർജ് വരുന്നത് 4 പേരടങ്ങുന്ന ഒരു ടീമാണ് ജീപ്പിൽ പോകുന്നത്. അവർക്ക് 2100 രൂപയാണ് 4 പേർക്ക് വരുന്നത്. നമ്മൾ 4 പേരില്ലാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് വേറൊരു ടീമിനെയും കൂട്ടിയിട്ടാണ് പോയത്. വലത് ഭാഗത്ത് മാൻകൂട്ടങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഇടത് ഭാഗത്തു നിന്നൊരു ശബ്ദം കേട്ടത്. മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ ചളിയിൽ കുളിച്ച് കിടക്കുന്ന നമ്മളെ സുന്ദരക്കുട്ടപ്പൻ. നമ്മൾ പല സ്ഥലത്തുനിന്നും ആനകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കാട്ടിനുള്ളിൽ സഫാരിക്കിടയിൽ ആനയെ കാണുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീലാട്ടോ. നമുക്ക് കറക്റ്റ് 1.5 മണിക്കൂറാണ് ഇവർ സമയം പറയുന്നത്. 3 മണിക്ക് തുടങ്ങിയിട്ട് 4:30 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂർ സമയത്തിൽ 23 കിലോമീറ്റർ കാടിനുള്ളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗൈഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വയനാട്ടിൽ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടാത്തോൽപ്പട്ടി വൈൽഡ് അനിമൽ സഫാരി നിർബന്ധമായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവർ കൂടുതലായിട്ടും ഇവിടെ അനിമൽ സൈറ്റിംഗ് സാധ്യത പറയുന്നത്. നമ്മൾ കൂടുതൽ കണ്ടിട്ടൊന്നുമില്ല, ചൂട് കൂടിയ സമയമായതുകൊണ്ടായിരിക്കാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.